അപ്പൊ ഈ ഒരു വണ്ടിയിലേക്ക്, അതായത് CNG വണ്ടിയിലേക്ക് എങ്ങനെ എത്തി? ഇത് എന്തുകൊണ്ട് CNG എടുക്കാനുള്ള കാരണം എന്തായിരുന്നു? സിറ്റിയിൽ ഓടുന്ന സമയത്ത് ഒരു 18 മുകളിലാണ് അധികം മൈലേജ് വരുന്നത്. 24 കിട്ടില്ല. ലോക്കൽ ഓട്ടത്തിൻ്റെതായ മൈലേജ് ഡ്രോപ്പ് ഉണ്ടാവാറുണ്ട്. ഈ പറഞ്ഞ പോലെ CNG ഓടിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ഇനിഷ്യൽ പിക്കപ്പ് ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു നന്നായിട്ട് സുഖമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ്. അപ്പൊ ഈ ഒരു വണ്ടിയിലേക്ക്, അതായത് CNG വണ്ടിയിലേക്ക് എങ്ങനെ എത്തി? ഇത് എന്തുകൊണ്ട് CNG എടുക്കാനുള്ള കാരണം എന്തായിരുന്നു? ഞാൻ CNG നോക്കി തന്നെ കൂടുതലും ഒരു 7 സീറ്റ് വാഹനം വേണമെന്നായിരുന്നു ആഗ്രഹം. ഞാൻ ഓൾറെഡി നേരത്തെ ഒരു 5 സീറ്റ് വാഹനം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഫാമിലി എക്സ്പാൻഡ് ആയപ്പോൾ ഒരു 7 സീറ്റ് വാഹനത്തിലേക്ക് പോകണം തോന്നി. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അധികം വണ്ടികളൊന്നുമില്ല. അപ്പം നോക്കി വന്നപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എർട്ടിഗ ആയിരുന്നു. അതിൽ മൈലേജ് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് അത്യാവശ്യം ഓട്ടമുള്ളത് കാരണം മൈലേജ് കൂടെ കൺസിഡർ ചെയ്തപ്പോൾ CNG ആണ് നല്ലതെന്ന് തോന്നി. അപ്പം ആകെ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഡിക്കി സ്പേസ് ആണ്. ആ ഡിക്കി സ്പേസ് കുറച്ച് കോംപ്രമൈസ് ചെയ്യാൻ റെഡിയാണെന്ന് വെച്ചാൽ CNG ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഫ്യൂവൽ വെച്ച് നോക്കുമ്പോൾ. അതല്ലാതെ ഇതിന്റെ പെട്രോൾ വേരിയന്റ് മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാക്സിമം ഒരു 18 to 20 ഉള്ളിലെ മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ ഓടുന്ന സമയത്ത്. ഇതാകുന്ന സമയത്ത് 24 ഈവൻ ഫ്യൂവൽ റേറ്റും കുറവായത് കാരണം അത്യാവശ്യം നമുക്ക് എക്കണോമിക്കലായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഡിക്കി സ്പേസ് ഈ പറഞ്ഞാൽ ഒരു ചെറിയ 2 ബാഗൊക്കെ കൊള്ളും, വലിയൊരു ട്രോളി ഒക്കെ കൊള്ളില്ല എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് 7 സീറ്റ് ഓടിക്കുന്ന സമയത്ത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. അല്ലാത്ത സമയത്ത് 5 സീറ്റൊക്കെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ സീറ്റ് ഫുള്ളായിട്ട് മടക്കാൻ പറ്റുന്ന കാരണം ഡിക്കി സ്പേസും അവിടെ കുഴപ്പമായിട്ട് കാണാറില്ല. അപ്പൊ 7 പേര് പോയിട്ട്, അതായത് ഫുൾ ലോഡിൽ വണ്ടി ഓടിച്ചിട്ടുണ്ടോ? ഉണ്ട്. അപ്പം CNG തന്നെ ഓടിച്ചിട്ടുണ്ട്? CNG തന്നെ ഓടിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണ്? കുഴപ്പങ്ങളായിട്ടൊന്നും തോന്നാനില്ല. പിന്നെ പെട്രോൾ അത്ര ഇനിഷ്യൽ പിക്കപ്പ് ഉണ്ടാവില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വൺ സ്പീഡ് കയറി കഴിഞ്ഞാൽ സ്മൂത്ത് ആയിട്ട് പോകും. പെട്രോൾ തീരെ പിക്കപ്പ് കുറവാന്ന് തോന്നുന്നത് പെട്രോളിൽ കൺവേർട്ട് ചെയ്ത് ഓടിക്കാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ടുള്ള കാര്യമല്ല. അപ്പൊ അതുപോലെ തന്നെ വീട് വയനാട്ടിലാന്ന് പറഞ്ഞു. അപ്പൊ വയനാട് ചുരം കയറി ഇറങ്ങുന്നതിന് കുറച്ച് സ്ഥിരമായിരിക്കുമല്ലോ. അപ്പൊ ഈ ചുരത്തിന്റെ മുകളിലൊക്കെ പവർ കുറവായിട്ട് അങ്ങനെ പവർ കുറവായിട്ടൊന്നും ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ ഇനിഷ്യൽ പിക്കപ്പ് കുറവ് ഉണ്ട് എന്നുള്ളത് അല്ലാന്ന് വെച്ചാൽ വേറെ നമുക്ക് അങ്ങനെ ഡിലേ അറിയൊന്നുമില്ല. അങ്ങനെ ഭയങ്കര പെർഫോമൻസ് നോക്കാത്ത ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ വ്യത്യാസം പോലും അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ CNG ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവും, അതായത് എത്ര മൈലേജ് കിട്ടുന്നുണ്ട്, ലോക്കലിൽ സിറ്റിയിൽ എത്ര മൈലേജ് കിട്ടുന്നുണ്ട്, ലോങ് എത്ര മൈലേജ് കിട്ടുന്നുണ്ട്, ഏറ്റവും മിനിമമായിട്ട് കിട്ടിയ മൈലേജ് എത്രയാണ്, ഏറ്റവും മാക്സിമം ആയിട്ട് കിട്ടിയ മൈലേജ്. മൈലേജ് ലോങ് ഓടുന്ന ഒരു ആവറേജ് 24 ഒക്കെയാണ് എനിക്ക് കിട്ടുന്നത്. ക്ലെയിം ചെയ്യുന്ന മൈലേജ് എത്രയായിരുന്നു? 26 അല്ലേ? 26 പല ക്ലെയിം ഞാൻ കണ്ടിട്ടുണ്ട്. പല സൈറ്റുകളിലും പല വാല്യൂ ആണ് കാണിച്ചിട്ടുള്ളത്. ഒരു ആവറേജ് എനിക്ക് കിട്ടുന്നത് ഒരു 24 ആണ്. 10 kg ആണ് ഇതിന്റെ കപ്പാസിറ്റി പറയാറ്. പക്ഷെ നമ്മൾ ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ ഒരു 7.9 to 8 അടുത്ത് ഇതുവരെ കയറിയിട്ടുള്ളൂ. 10 എന്നുള്ള വാല്യൂ നമുക്ക് ഇതുവരെ കിട്ടിയപ്പോൾ കാണിച്ചിട്ടുള്ളൂ. പ്രഷറിന്റെ കാര്യങ്ങളും ഉണ്ടാവാം. അത് ഫുള്ള് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു 210 ഇടയ്ക്കാണ് അധികവും ഓടാറ്. ചില സമയങ്ങളിൽ സിറ്റി ഡ്രൈവ് ഒക്കെ ആവുന്ന സമയത്ത് ലോക്കൽ ഓട്ടങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 185 വരെയൊക്കെ കുറഞ്ഞിട്ടുമുണ്ട്. ഡിപ്പെൻസ് ഓൺ പ്രഷറിനനുസരിച്ചും ആ വാല്യൂല് ചെറുതായിട്ട് വ്യത്യാസം വരും. ഹയസ്റ്റ് മൈലേജ് ഇതുവരെ കാണിച്ചിരിക്കുന്നത് 29 ആണ്. അതായത് ഒരു ഫുൾ ടാങ്ക് അടിച്ചേക്ക് 214 കിലോമീറ്ററാണ് ഇതുവരെ ഓടിയിട്ടുള്ളത്. ലോവസ്റ്റ് കാണിച്ചിരിക്കുന്നത് ഒരു 165 വരെയൊക്കെ കാണിച്ചിട്ടുണ്ട്. സിറ്റിയിൽ ഓടുന്ന സമയത്ത് ഒരു 18 മുകളിലാണ് അധികം മൈലേജ് വരുന്നത്. 24 കിട്ടില്ല. ലോക്കൽ ഓട്ടത്തിൻ്റെതായ മൈലേജ് ഡ്രോപ്പ് ഉണ്ടാവാറുണ്ട്. ഒരു 18 to 20 ആ ഒരു പ്രതീക്ഷ മതി ലോക്കൽ ഓട്ടങ്ങളിൽ ഓടുന്ന സമയത്ത്. ലോങ് ഓടുമ്പോൾ ഒരു 24 ഒക്കെയാണ് മാക്സിമം കണ്ടിട്ടുള്ളത്. ഒരു ആവറേജ് 24 ആണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പൊ എങ്ങനെ ഏത് കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് ആവറേജ് മിനിമം ഒരു 18 പ്രതീക്ഷിക്കാം അല്ലേ? നോർമൽ ഒരു ഡീസന്റ് ഡ്രൈവിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു മൈലേജ് ആണ്. നമ്മൾ 7 സീറ്റർ റോഡ് എടുക്കുമ്പോൾ വൺ ഓഫ് ദ മെയിൻ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ട് സ്പേസ്, ലഗേജ് സ്പേസ്, ഈ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിനെപ്പറ്റി ഒരു റിവ്യൂ പറയാൻ പറ്റുമോ? CNG ആയതുകൊണ്ട് തന്നെ ലഗേജ് സ്പേസ് ഒരു ഇത്തിരി കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. 7 സീറ്റ് പോകുന്ന സമയത്ത് അതൊരു കുറച്ച് കുറവായിട്ടുള്ള തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ നോർമൽ ചെറിയ അഡ്ജസ്റ്റബിൾ ബാഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിൽ കൊള്ളും. ഒരു ട്രോളി ബാഗ് പോലത്തെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കൊണ്ടുപോകാൻ. പിന്നെ ഞാൻ കൂടുതലും 5 സീറ്റ് ആയിട്ടാണ് ഉപയോഗിക്കാറ്. ഫാമിലി ആയിട്ട് എവിടെയെങ്കിലും ദൂരെ പോകുമ്പോൾ മാത്രമേ 7 സീറ്റ് ആയിട്ട് യൂസ് ചെയ്യാറുള്ളൂ. ആ ഒരു സമയത്ത് നമ്മളെ ലഗേജ് ഒന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവാറില്ല. അതായത് ആക്ച്വലി നമുക്ക് രണ്ട് നോർമൽ ലഗേജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ വെക്കാം. അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഫാമിലിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് സുഖമായിട്ട് ഒരു സീറ്റ് മടക്കിയിട്ട് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായ സാധനം. അപ്പൊ ബാക്കിൽ ഇരുന്ന് യാത്ര ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. കംഫർട്ടബിൾ ആണോ? കംഫർട്ടബിൾ ആണ്.
സസ്പെൻഷനും കാര്യങ്ങളൊക്കെ സസ്പെൻഷൻ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. സെക്കൻഡ് റോ പോലെ തന്നെ കൂടുതൽ ഡ്രൈവ് ആണല്ലോ ചെയ്യാറുണ്ട്. അതെ, സെക്കൻഡ് റോയില് അത്യാവശ്യം കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് റോ നമുക്ക് അത്യാവശ്യം റീക്ലെയിം ചെയ്യാൻ പറ്റുന്ന കാരണം കുറച്ചുകൂടെ റിലാക്സ് ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റും. സാധാരണ നമ്മുടെ ഒരു കോമ്പാക്ട് എസ്യുവികളിലൊക്കെ മിസ് ആവുന്ന ഒരു ഫീച്ചർ കണ്ടിട്ടുള്ളത് അതാണ്. ഇതിൽ എക്സ്ട്രാ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഉള്ളിൽ നല്ല സ്പേസ് ഉള്ളത് കാരണം സെക്കൻഡ് റോ അഡ്ജസ്റ്റ് ചെയ്യാനും റീക്ലെയിം ചെയ്യാനൊക്കെ പറ്റുന്ന കാരണം കുറച്ചുകൂടി ഒരു കംഫർട്ട് ഉണ്ട് സെക്കൻഡ് റോയില്. അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു വേർഷൻ ആയിരുന്നല്ലോ XL6. അപ്പൊ XL6 ഒഴിവാക്കിയിട്ട് എന്തുകൊണ്ട് ഇതിലേക്ക് എത്തി? രണ്ട് റീസൺ ആണുള്ളത്. ഒന്ന്, XL6 ഒരു 5 സീറ്റർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം അതിന്റെ സെക്കൻഡ് റോയില് രണ്ടും ക്യാപ്റ്റൻ സീറ്റ് ആണ് വരുന്നത്. പിന്നെ പ്രൈസ് വൈസ് ആണെങ്കിലും കമ്പാരിറ്റീവ്ലി ഇതിനെക്കാട്ടി പ്രൈസ് കൂടുതലാണ് XL6ന്. എനിക്ക് കൂടുതൽ 7 സീറ്റ് എന്നുള്ള ലക്ഷ്യം ആയതുകൊണ്ട് പ്രൈസ് വെച്ച് നോക്കുമ്പോഴും ഉപയോഗം വെച്ച് നോക്കുമ്പോഴും എർട്ടിഗയായിരുന്നു മോർ കംഫർട്ടബിൾ. അതുകൊണ്ടാണ് എർട്ടിഗയിലേക്ക് വന്നത്. ഡ്രൈവിംഗിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഡ്രൈവിംഗ് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഈ പറഞ്ഞ പോലെ CNG ഓടിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ഇനിഷ്യൽ പിക്കപ്പ് ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു നന്നായിട്ട് സുഖമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ്. പിന്നെ സസ്പെൻഷൻ ഒക്കെ കുറച്ച് സോഫ്റ്റ് സസ്പെൻഷൻ ആണ്. ചെറിയ കുഴികളൊന്നും നമ്മളങ്ങനെ ഉള്ളിലേക്ക് അറിയില്ല. ടോട്ടലി നന്നായിട്ട് ഒരു ലോങ് ഡിസ്റ്റൻസിന് ഓടിക്കുന്നതിന് വലിയ കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ്. ഞാൻ സ്ഥിരം വയനാട് നിന്ന് തിരുവനന്തപുരം വരെ ഒറ്റ സ്ട്രെച്ചിൽ ഓടിക്കുന്നതാണ്. അങ്ങനെ ക്ഷീണമൊന്നും അനുഭവപ്പെട്ടിട്ടില്ല ഇതുവരെ. അപ്പൊ ഇതിന് മുൻപ് യൂസ് ചെയ്ത വണ്ടി ടാറ്റ ചെയ്തല്ലോ. അതെ, നെക്സോണ്. അപ്പൊ നെക്സോണ് അതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളും കൊണ്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്. അപ്പൊ മാരുതി എന്ന് പറയുമ്പം അതെനിക്കൊരു ചോദ്യമാണ്. അതായത് നെക്സോൺ യൂസ് ചെയ്ത ഒരാള് എങ്ങനെ മാരുതിയിലേക്ക് എത്തിയിട്ടുള്ളത്, അല്ലെ അതിന് ശേഷമുള്ള ഫീഡ്ബാക്കും കാര്യങ്ങളും കയ്യിൽ ഹാപ്പി ആണോ, അല്ലെങ്കിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്ന പോലെ ഒരു പപ്പടമായിട്ട് ശരിക്കും അങ്ങനെയാണോ വണ്ടി? അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാൻ പറ്റുമോ? പർപ്പസ് കാരണമാണ് ഞാൻ മാരുതിയിലേക്ക് വന്നത് മെയിൻ ആയിട്ട്. അതായത് ടാറ്റേന്റെ ഒരു 7 സീറ്റ് വണ്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 25, അതായത് ഈ ഒരു നല്ലൊരു വേരിയന്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ 23 to 25 lakhs ഇടയ്ക്ക് വരും. ആകെയുള്ള സഫാരി മാത്രമാണ്. പിന്നെ അതിന്റെ മെയിൻ്റനൻസ് കോസ്റ്റും അതിന്റെ റണ്ണിങ് കോസ്റ്റുകളൊക്കെ കമ്പാരിറ്റീവ്ലി ഇത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഹയർ ആണ്. അതെനിക്കിപ്പോ മീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ടാറ്റ എന്നുള്ള ബ്രാൻഡിനെ ഒഴിവാക്കി മാരുതിയിലേക്ക് വന്നത്. മാരുതി എന്നുള്ള ബ്രാൻഡിന് കുഴപ്പമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവരെ സർവീസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ബെറ്റർ ആണ്. പിന്നെ ബിൽഡ് ക്വാളിറ്റി, ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു വ്യത്യാസം ഞാൻ കണ്ടിട്ടുണ്ട്. നെക്സന്റെ അത്ര ഒരു ബിൽഡ് ക്വാളിറ്റി, ബോഡി ക്വാളിറ്റി ഒന്നും അത്ര ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതേ സമയത്ത് വേറെ കുറെ കാര്യങ്ങളിൽ മാരുതി ബെറ്റർ ആണ്. അതായത് കുറെ കൂടെ റിലയബിൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബഗ്ഗുകളും കാര്യങ്ങളൊക്കെ കുറെ കുറവാണ്. ഇൻഫോർടൈൻമെന്റ് ഭാഗത്തുനിന്ന് കാര്യങ്ങളായാലും അല്ലാതെ ഉള്ള ബഗ്ഗുകൾ നോക്കുകയാണെന്നെങ്കിലും ഇത് കുറെ കൂടെ റിഫൈൻഡ് ആണ്. അതേ സമയത്ത് അവര് കുറച്ചുകൂടെ സെക്യൂരിറ്റിയിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം രണ്ട് വണ്ടികൾക്കും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ ആഫ്റ്റർ സെയിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? രണ്ടും എന്റെ അനുഭവത്തിൽ എനിക്ക് രണ്ടും ഏതാണ്ട് നല്ല സപ്പോർട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ മുമ്പ് വെച്ചിരുന്ന ടാറ്റ കൽപ്പറ്റ ടാറ്റയുടെ സർവീസും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു കമ്പയർ ടു അതർ ഡീലേഴ്സ്. അങ്ങനെയാണ് ഇതുവരെ ഇവിടെ ടാറ്റയിൽ വന്നിട്ടുള്ള എല്ലാവരും എന്റെ ഫ്രണ്ട്സ് ഒക്കെ ടാറ്റ ഇവിടെയാണ് വന്ന് സർവീസ് ചെയ്യാറ്. ഇവൻ കാലിക്കറ്റ് ഉള്ളവർ പോലും വയനാട് വന്നിട്ടാണ് സർവീസ് ചെയ്യാറുള്ളത്. അപ്പം അത്യാവശ്യം നല്ലൊരു സർവീസ് ഫീഡ്ബാക്ക് ആയതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളതാണ് എന്റെ വിശ്വാസം. അപ്പം എനിക്ക് രണ്ടും സർവീസ് വൈസ് ഒന്നും എനിക്ക് ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല. ഇപ്പൊ വണ്ടീന്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോള്, ഫ്യൂസ് കൺട്രോൾ ഇല്ല, സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലൊക്കെ ഹാപ്പി ആണോ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒക്കെ ഫീച്ചേഴ്സ് ഉണ്ടായാൽ നന്നായിരുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയോ? അതിന് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ നല്ലൊരു ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇതിൽ എനിക്ക് ഒരു നെഗറ്റീവ് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ZXi O എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഇതിന്റെ ZXi പ്ലസിനെ കാട്ടി വിലയുണ്ട്. ഒബിയസ്ലി CNG ആയതുകൊണ്ട് ZXi പ്ലസിനെ കാട്ടി റേറ്റ് കൂടിയൊരു വണ്ടിയാണ് ഇത് പ്രൈസ് വൈസ്. ഇതിൽ അവർ കൊടുത്തിരിക്കുന്ന ഈ ആൻഡ്രോയിഡ് സ്റ്റീരിയോയില് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ അല്ലെങ്കിൽ വയർലെസ് ആപ്പിൾ കാർപ്ലേ എന്ന് പറഞ്ഞ ഫീച്ചർ ഇല്ല. അതെനിക്ക് ഭയങ്കര ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എപ്പോഴും നമ്മൾ ഫോൺ കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഫോൺ എപ്പോഴും ഓവർ ചാർജിങ് ആയിട്ട് പോകുന്ന ഒരു പ്രശ്നം ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു കുറവായിട്ട് ഞാൻ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇൻബിൽറ്റ് ക്യാമറ വരുന്നില്ല, സ്റ്റീരിയോ മാത്രമേ വരുന്നുള്ളൂ. ക്യാമറ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. വളരെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ആണ്. പക്ഷെ ഒരു
ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാല് ഈ സിസ്റ്റത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറാസ് കുറവാണ്. ഒരു ഫുൾ HD ക്യാമറ ഒന്നും നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റില്ല. അത് ഇതിന് കറക്റ്റ് ആയിട്ട് ഈ സിസ്റ്റമായിട്ട് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണെന്നുണ്ട് നമ്മളൊരു നോർമൽ HD ക്യാമറ മാത്രമേ നമുക്ക് ഇതിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഈ ഒരു പ്രൈസ് കൊടുക്കുന്നവർക്ക് അവർക്ക് ഒരു ക്യാമറയും ഒരു വയർലെസ് ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഇതിന്റെ ZXA പ്ലസിലുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കൊടുക്കായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുതന്നെ ഈ ആവറേജ് മൈലേജും കാര്യങ്ങളും കാണിക്കുന്നില്ല, ക്രൂയിസ് കൺട്രോൾ ഇല്ല അല്ലേ? ക്രൂയിസ് കൺട്രോൾ പിന്നെയും ഓക്കെയാണ്, കാരണം CNGന്റെ പ്രൈസ് എന്തായാലും എക്സ്ട്രാ വരും ZXA പ്ലസിന്റെ മുകളിൽ. മോർ ദാൻ എനിക്ക് ഇൻഫോർടൈൻമെന്റ് ഭാഗത്താണ് കുറച്ചുകൂടെ അവർക്ക് ബെറ്റർ ആക്കായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നത്. വേറെ എന്തെങ്കിലും, അതായത് ഈ ഫീച്ചർ ഉണ്ടായാൽ കൊള്ളാമായിരുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടി നന്നായി തോന്നിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? എനിക്ക് മെയിൻ ആയിട്ടൊരു പ്രശ്നം തോന്നിയിട്ടുള്ളത് ഇതിന്റെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചമാണ്. അത് വളരെ കുറവായിട്ടാണ്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ബാക്കിയുള്ള എല്ലാ വണ്ടികളിലും LED ഹെഡ്ലാമ്പ്സ് ആണ് കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹാലജൻ ബേസ്ഡ് ബൾബ് കൊണ്ട് പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടിക്ക് തീരെ വെളിച്ചം കുറവായിട്ട് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പ്രത്യേകിച്ച് ലോങ് ഹൈവേസിലൊക്കെ ഓടിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിക്ക് തീരെ ഒരു വെളിച്ചം കിട്ടാത്തതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ അത് എന്തെങ്കിലും അപ്ഡേറ്റ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നിലവിലൊന്നും ചെയ്തിട്ടില്ല, ചിന്തിക്കേണ്ടി വരും. ബാക്ക് സീറ്റിലേക്ക്, അതായത് സെക്കൻഡ് റോ സീറ്റിലേക്ക് വരുമ്പോൾ ഇപ്പൊ ഞാൻ ഓൾമോസ്റ്റ് ഒരു 178 സെന്റിമീറ്റേഴ്സ് ഉണ്ട്. ഹെഡ് റൂം നല്ലതുണ്ട്, തൈ സപ്പോർട്ട് ആവശ്യത്തിനുണ്ട്. ഇതിപ്പോ ഏറ്റവും ബാക്കൗട്ടാണ് ഇട്ടത്. അതുപോലെ തന്നെ ലെഗ് സ്പേസ് ഉണ്ട്. ഇതിപ്പോ ഞാൻ ഏറ്റവും ഫ്രണ്ടിലേക്ക് ഇടുകയാണെങ്കിൽ നമ്മളെന്തായാലും ഇങ്ങനെ ഉണ്ടാക്കി യാത്ര ചെയ്യാൻ പറ്റില്ല. ഇത് ഓക്കെയാണ്, കുറച്ചും കൂടി ഇടാം. ഓക്കെ, ഇത് ഓക്കെയാണ്. നമുക്ക് ബാക്കിൽ തന്നെ ഇവിടെ ഒരു റിയർ ഏസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം തണുപ്പും കാര്യങ്ങളൊന്നും വലിയ പ്രശ്നം കാര്യമൊന്നുമില്ല. നമുക്കിനി ഏറ്റവും തേർഡ് റോയിലൊന്ന് ഇരുന്ന് നോക്കാം. അപ്പൊ ഞാനിപ്പോ തേർഡ് റോയിലേക്ക് വന്നു. ഇതിപ്പോ ഇവിടെ സൂരജ് ഇരിക്കുന്നുണ്ട്. സൂരജിനിപ്പോ അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട്, എനിക്കും ഇരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 170-180 സെന്റിമീറ്റർ ഉള്ളവർക്കും ഒരു ഇവിടെ ഫ്രണ്ടില് 3, 2, 3, 5, 7 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. ഇനി ചെറിയ കുട്ടികളാണെങ്കിൽ എനിക്ക് തോന്നുന്നു ബാക്കിൽ 3 പേർക്ക് തന്നെ സുഖമായിട്ട് പോകാൻ പറ്റും. ഫ്രണ്ടിലാണെങ്കിൽ സീറ്റിൽ സെക്കൻഡ് റോയിൽ വേണമെങ്കിൽ ചെറിയ കുട്ടികളാണെങ്കിൽ 4 പേർക്ക് ഇരിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് 7 സീറ്റർ എന്ന് പറയുകയാണെങ്കിലും വേണമെങ്കിൽ 7 പേർക്കോ അല്ലെങ്കിൽ അതിന് 8 പേർക്കോ വേണമെങ്കിൽ പോകാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ എനിക്ക് ഹെഡ് റൂമും കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. അല്ല, ഹെഡ് റൂം ഉണ്ടല്ല കേട്ടോ, ഹെഡ് റൂം കുറച്ച് ജസ്റ്റ് തട്ടിയില്ലാന്നുള്ളതാണ്, എന്നാലും കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു പുതിയ മോഡലിൽ നമുക്ക് ഇവിടെ ഒരു പുതിയ AC കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. USB പോർട്ടും ചാർജറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ 12 വാട്ട് സോക്കറ്റും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, Type C അല്ല, AC ഇല്ല. AC നമുക്ക് ഇവിടെയാണ് വരുന്നത്, അതായത് നമുക്ക് റൂഫിലാണ് AC വരുന്നത്.